എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ജീവനും ജീവിതവും പഠന പരമ്പരയുടെ ഒരു പുതിയ അധ്യായത്തിലേക്കാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ജീവനും ജീവിതവും പഠന പരമ്പര ചില വർഷങ്ങളായിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പഠിക്കുന്നതിനും ഈ വേദി നമുക്ക് സഹായകരമാണ്. നമുക്കറിയാം, ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്തതാണ്, എല്ലാ കാലവും മാറ്റമില്ലാതെ നിൽക്കുന്നതാണ്. എന്നാൽ ദൈവശാസ്ത്ര സമീപനങ്ങളിൽ വ്യത്യസ്ത സമീപനങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത്തരത്തിൽ ദൈവവചനം മാറാതെ നിൽക്കുമ്പോൾ തന്നെ ദൈവശാസ്ത്രത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം പുതിയ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സാധ്യമാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ മാറുമ്പോൾ നമുക്ക് അതിനോട് സ്വീകരിക്കാൻ കഴിയുന്ന സമീപനം എന്താണ്? തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ഉത്തരം തേടാനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. നമ്മുടെ പ്രിയ ഏറ്റിച്ചായൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനായി പ്രിയ ഏറ്റിച്ചായനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. നിങ്ങളുമായിട്ട് അല്പസമയം ദൈവവചനം ഓൺലൈനിൽ ചർച്ച ചെയ്യുവാൻ തക്കവണ്ണം ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ചില വർഷങ്ങളായി നിങ്ങൾ നടത്തി വരുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണല്ലോ ഇന്ന് ഈ വിഷയം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഞാൻ എൻ്റെ 8ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട ഒരാളാണ്. ഇപ്പോൾ എനിക്ക് 84 വയസ്സ് നടക്കുകയാണ്. അപ്പോൾ 76 വർഷങ്ങൾക്ക് മുൻപ് രക്ഷിക്കപ്പെട്ട ഞാൻ അന്ന് ഒരു യാഥാസ്ഥിതിക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. യാഥാസ്ഥിതികമായ ചിന്താഗതികൾ മുറുകെ പിടിക്കുന്ന ഒരാളായിട്ടാണ് എൻ്റെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ഞാൻ ഇരുന്നിട്ടുള്ളത്. എനിക്ക് ലഭിച്ചിട്ടുള്ളതായിരിക്കുന്ന വചന പരിശീലനവും യാഥാസ്ഥിതികരായ ആളുകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ യാഥാസ്ഥിതികമായ ചിന്താഗതികളെ മുറുകെ പിടിക്കുന്ന ഒരാളാണ്. എന്നാൽ എൻ്റെ ഈ വ്യത്യസ്തമായ ജീവിത കാലഘട്ടങ്ങളിൽ ഉപദേശപരമായിരിക്കുന്ന കാറ്റുകൾ മറ്റു ദിശകളിലേക്ക് ആഞ്ഞടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കൂടെ രക്ഷിക്കപ്പെട്ട് സഭാബന്ധത്തിൽ വന്നിട്ടുള്ള പലരും ഉപദേശപരമായ വ്യതിയാനങ്ങളിൽപ്പെട്ട് മറ്റ് മാർഗങ്ങളിലേക്ക് തിരിയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ മഹാകൃപയാൽ അന്നും ഇന്നും ഏതാണ്ട് ഒന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ വാർദ്ധക്യകാലത്തും ഞാൻ വിശ്വസിക്കുന്ന ചിന്താഗതികൾ വളരെ യാഥാസ്ഥിതികമാണ്. ഇന്ന് എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് വളരെയധികം കോളിളക്കം ക്രൈസ്തവ കോളത്തിൽ ഇനി ഉളവാക്കുന്ന ഒരു വിഷയമാണ്. ദൈവശാസ്ത്രം മാറുന്നതോ മാറ്റം വരാത്തതോ എന്ന ചോദ്യത്തിന് വരുന്നത് എന്നോ വരാത്തതോ എന്നോ എന്നുള്ള ഉത്തരങ്ങൾ അങ്ങനെ ലളിതമായി പറഞ്ഞാൽ പലർക്കും അത് സ്വീകാര്യമായിരിക്കില്ല. എന്നാൽ ദൈവശാസ്ത്രത്തിന് ആധാരമായിരിക്കുന്നത് ദൈവവചനമാണ് എന്നുള്ളത് കൊണ്ട് ദൈവവചനം മാറുന്നതോ മാറ്റം വരാത്തതോ എന്നതുമായി അഭേദ്യമായി ബന്ധപ്പെട്ടതാണ് വിഷയം. കാരണം ദൈവശാസ്ത്രം എന്നത് ദൈവത്തെക്കുറിച്ചുള്ള തിരുവചന വെളിപ്പാടുകളുടെ ക്രമാനുക്രമമായ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ടതാണ്. ദൈവത്തെ സംബന്ധിക്കുന്ന സത്യങ്ങൾ പ്രമേയ രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ദൈവശാസ്ത്രം. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിന് വ്യത്യാസം വരാതെയോ വരുത്താതെയോ ദൈവശാസ്ത്രത്തിന് വ്യത്യാസം വരുവാനോ വരുത്തുവാനോ സാധ്യമല്ല. അങ്ങനെ ആരെങ്കിലും മാറ്റം വരുത്തിയാൽ ആ മാറ്റങ്ങൾ അത് വരുത്തിയ മനുഷ്യന്റെ അഭിപ്രായങ്ങൾ മാത്രമായിരിക്കുന്നതാണ്. അതങ്ങനെയാണെങ്കിൽ നമുക്ക് യാഥാർത്ഥ്യമായി കാണാൻ കഴിയുന്ന ഒരു കാര്യം, പ്രോട്ടസ്റ്റന്റുകാരുടെ ഇടയിൽ തന്നെ 1000-ലധികം സമുദായങ്ങൾ അല്ലെങ്കിൽ ഡിനോമിനേഷൻസ് ഉണ്ട്. അടിസ്ഥാനപരമായ ഉപദേശങ്ങളിൽ പോലും അല്പസ്വല്പ വ്യത്യാസങ്ങൾ
വരുത്തിയാണ് അവർ പലതും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. എന്നാൽ അവരെല്ലാവരും ഒരുപോലെ ഏറ്റുപറയുന്ന ഒരു കാര്യമുണ്ട്: ദൈവവചനത്തിലെ ഉപദേശങ്ങൾക്ക് വ്യത്യാസം വരുന്നില്ല, വചനത്തിന് വ്യത്യാസം വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ദൈവവചനത്തിലെ ഉപദേശങ്ങളുടെ ക്രമാനുക്രമമായ ക്രോഡീകരണം നടത്തിയിട്ടുള്ളത് മനുഷ്യരാണ് എന്നതുകൊണ്ട് ഒരാൾ രൂപപ്പെടുത്തിയ ക്രമാനുസാര വേദശാസ്ത്രവും അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് തിയോളജിയും മറ്റൊരാൾ രൂപപ്പെടുത്തിയ ക്രമാനുസാര വേദശാസ്ത്രവും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. വ്യത്യാസങ്ങൾക്ക് കാരണമായി നിരവധി ഘടകങ്ങൾ ഉണ്ടായിരിക്കും. മൂലഭാഷയിലുള്ള ഒരാളുടെ പ്രാവീണ്യം, ബൈബിളിനെ കുറിച്ചുള്ള മുൻധാരണകൾ, വ്യാഖ്യാന ശാസ്ത്രത്തിലെ വ്യത്യാസങ്ങൾ, ബൈബിൾ വിവർത്തനം സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ഇങ്ങനെ വിവിധ കാരണങ്ങളാൽ ക്രമാനുസാര വേദശാസ്ത്രം രൂപപ്പെടുത്തുമ്പോൾ വ്യത്യാസങ്ങൾ വന്നുകൂടുന്നത് സാധാരണമാണ്. എന്നാൽ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ന്യായീകരിക്കാവുന്നതാണോ എന്ന് നിശ്ചയിക്കേണ്ടതുണ്ട്. പക്ഷേ അത് ആര് നിശ്ചയിക്കും എന്ന ചോദ്യത്തിന് തർക്കമില്ലാത്ത ഒരു ഉത്തരം നൽകുവാൻ അത്ര എളുപ്പമല്ല. വചനത്തിന്റെ മാറ്റമില്ലായ്മ എന്നത് യാഥാസ്ഥിതിക ക്രിസ്തീയ ചിന്താഗതിയിൽ എല്ലാവരും ഏറ്റു പറയുന്ന ഒരു സത്യമാണ്. ആകാശഭൂമികൾ ഒഴിഞ്ഞു പോകും വരെ ദൈവവചനം മാറ്റമില്ലാതെ നിലനിൽക്കുന്നതാണ് എന്ന് നമ്മുടെ കർത്താവ് താൻ തന്നെ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന് 35-ാമത്തെ വാക്യത്തിലും മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരെ കൊണ്ട് ദൈവം എഴുതിച്ച് നൽകിയിട്ടുള്ള വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ അതിന് വ്യത്യാസങ്ങൾ വരുത്തുകയോ ചെയ്യുന്നത് ശാപകരമായ പ്രവൃത്തിയാണ്. വെളിപ്പാട് പുസ്തകം 22:18-19 അത് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, തിരുവചനം എഴുതുവാനായി ദൈവം നിയോഗിച്ച എഴുത്തുകാർക്ക് പോലും അവർ എഴുതിയ തിരുവെഴുത്തുകളെ തിരുത്തി എഴുതുവാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. പൗലോസ് അതേക്കുറിച്ച് ഗലാത്യ ലേഖനം 1:8-9 പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ്. സാക്ഷാൽ ദൈവമായിരുന്ന ജഡം സ്വീകരിച്ച കർത്താവായ യേശുക്രിസ്തു പോലും ദൈവവചനത്തെ മാറ്റുവാനായിട്ട് തുനിഞ്ഞില്ല. കർത്താവ് പറഞ്ഞത് ന്യായപ്രമാണത്തെ മാറ്റുവാനല്ല, നിവർത്തിക്കുവാനാണ് താൻ വന്നത് എന്നാണ് മത്തായി സുവിശേഷം 5:17 അക്കാര്യം കർത്താവ് പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കർത്താവിന് പോലും ചെയ്യുവാൻ അധികാരമില്ലാതിരുന്ന ഒരു പ്രവൃത്തി എങ്ങനെയാണ് മനുഷ്യർക്ക് ചെയ്യുവാൻ കഴിയുന്നത്? ചിലർ പറയുന്നത് ഉപദേശങ്ങൾ നിശ്ചയിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുന്നത് സഭയുടെ ദൗത്യമായിട്ടാണ്. എന്നാൽ തിരുവചനത്തിൽ ഒരിടത്ത് പോലും വചനത്തെ തിരുത്തുവാനുള്ള അധികാരം കർത്താവ് സഭയ്ക്ക് നൽകിയതായി യാതൊരു സൂചന പോലുമില്ല. ശ്ലീഹന്മാരാരും അതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മറിച്ച് സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ടിട്ടുള്ള വചനം മാറ്റങ്ങൾക്ക് അതീതമാണ് എന്ന് അവരെല്ലാവരും ഏറ്റു പറഞ്ഞിട്ടുണ്ട്. സഭയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അത് സത്യത്തിന്റെ അടിസ്ഥാനവും തൂണുമാണെന്നാണ്. 1 തിമോഥെയോസ് 3:15 സത്യത്തിന്റെ അടിസ്ഥാനവും തൂണും എന്ന പ്രയോഗം സത്യത്തെ സംരക്ഷിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുവാനുള്ള ഉത്തരവാദിത്വവും ദൗത്യവുമാണ് ദൈവം സഭയ്ക്ക് നൽകിയിട്ടുള്ളത് എന്നാണ്. ഒരു കെട്ടിടത്തിന്റെ അടിസ്ഥാനത്തിനും അതിന്റെ തൂണുകൾക്കും കെട്ടിടത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യമാണല്ലോ ഉള്ളത്. കെട്ടിടത്തിന് മാറ്റം വരുത്തുക എന്ന ലക്ഷ്യം അതിനില്ല. അതിനുള്ള അധികാരം ഒരടിസ്ഥാനത്തിനും തൂണിനുമില്ല. ദൈവവചനത്തിന് നിസ്തുലതയ്ക്കുള്ള കാരണം അത് ദൈവത്തിന്റെ വചനമാണ് എന്നതും അതിൽ തെറ്റുകളില്ല എന്നതും അത് മാറ്റങ്ങൾക്ക് അതീതമാണ് എന്നതും അതിലെ പ്രഖ്യാപനങ്ങളെല്ലാം ആധികാരികമാണ് എന്നതും ക്രിസ്തീയ വിശ്വാസത്തിനും ജീവിതത്തിനും ദൈവവചനത്തിന് പഠിപ്പിക്കുക പ്രയോജനവും പര്യാപ്തവുമാണ് എന്നതുമാണ്. ഈ സത്യങ്ങളെ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് സഭയുടെയും വിശ്വാസികളുടെയും ദൗത്യമായിട്ട് ധർമ്മമായിട്ട് നൽകിയുള്ളത്. എന്നാൽ ചരിത്രത്തിന്റെ സാക്ഷ്യം നാം പരിശോധിച്ച് നോക്കുമ്പോൾ നാം ഈ പറഞ്ഞതായിരിക്കുന്ന സത്യങ്ങൾ അങ്ങനെയൊക്കെയാണ് എങ്കിലും കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഉപദേശപരമായ കൊടുങ്കാറ്റുകളും വ്യതിയാനങ്ങളും വെല്ലുവിളികളും സഭയ്ക്കുള്ളിലും പുറത്തും ധാരാളം ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാം.
വളരെ കുറച്ച് ആളുകൾ മാത്രമേ ദൈവവചനത്തിന്റെ വിശ്വാസ്യത, പര്യാപ്തത, ആധികാരികത, മാറ്റമില്ലായ്മ മുതലായവയ്ക്കെതിരെ ശബ്ദമുയർത്തിയിട്ടുള്ളൂ. ഞാൻ സുവിശേഷ വിഹിതരെ കുറിച്ചാണ് പറയുന്നത്. എങ്കിലും വചനത്തിലെ പ്രസ്താവനകളുടെ അർത്ഥം സംബന്ധിച്ചും അതിൻ്റെ പ്രയുക്തി സംബന്ധിച്ചും വർത്തമാനകാല പ്രസക്തി സംബന്ധിച്ചും കാര്യമാത്ര പ്രസക്തമായ സംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഭയുടെ ആദ്യകാല ചരിത്രം പരിശോധിക്കുമ്പോൾ മാഴ്സിൻ എന്ന ചിന്തകൻ ജ്ഞാനവാദത്തിൽ ഊന്നിയ ആശയങ്ങൾക്ക് വചനത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചതായിട്ട് കാണാം. കൂടാതെ ലോഗോസിനെ സംബന്ധിച്ച് വളരെയേറെ വിതർക്കങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. മറ്റു ചില ആളുകളാകട്ടെ പുതിയ നിയമത്തിന്റെ കാനോൻ സംബന്ധിച്ച സംവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആദ്യകാല ക്രൈസ്തവ നേതാക്കളുടെ എഴുത്തുകൾ പരിശോധിച്ചാൽ മാഴ്സിനെതിരെയും ജ്ഞാനവാദികൾക്കെതിരെയും അവർ ആഞ്ഞടിച്ചതായിട്ട് നമുക്ക് കാണാം. ഡെമിയൂർജ് എന്ന ജ്ഞാനവാദികൾ വിളിച്ച തരംതാണ ഒരു ദൈവമാണ് ഈ ഭൂമിയെയും അനുബന്ധമായ കാര്യങ്ങളെയും സൃഷ്ടിച്ചത് എന്നും, എന്നാൽ പുതിയ നിയമ ലോകത്തെ സൃഷ്ടിച്ചത് ഡെമിയൂർജിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ദൈവമാണ് എന്നും അവർ പഠിപ്പിക്കുകയുണ്ടായി. പഴയ നിയമത്തിലെ ദൈവത്തെ കരുണയില്ലാത്ത, സ്നേഹമില്ലാത്ത, പ്രതികാര ബുദ്ധിയുള്ള ഒരു ദൈവമായും പുതിയ നിയമത്തിലെ ദൈവത്തെ സ്നേഹമുള്ള നല്ലവനായ ദൈവമായും അവർ വിശേഷിപ്പിച്ചു. മനുഷ്യനെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ വചനത്തിന് വിരുദ്ധമായതായിരുന്നു. മനുഷ്യനൊരു സൃഷ്ടിയാകയാൽ സൃഷ്ടിപരമായ ബലഹീനതകൾ ഭൗതിക പ്രപഞ്ചത്തിനുള്ളതുപോലെ തന്നെ മനുഷ്യനും ഉണ്ടെന്ന് അവർ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് മനുഷ്യൻ പാപത്തിൽ വീണത്. മരിച്ച മനുഷ്യന്റെ പുനരുദ്ധാനം എന്ന ആശയത്തെ അവർ പാടെ നിരാകരിച്ചു. സ്നാനം, തിരുവത്താഴം മുതലായ കൂദാശകൾ അപ്രസക്തമാണ് എന്നവർ പഠിപ്പിച്ചു. ദൈവപുത്രൻ യഥാർത്ഥമായ ശരീരം സ്വീകരിച്ചിരുന്നില്ല എന്നും യഥാർത്ഥത്തിൽ താൻ ക്രൂശിൽ മരിച്ചിരുന്നില്ല എന്നും അവർ പഠിപ്പിച്ചു. അവരുടെ ചിന്തകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ മറ്റൊരു കാഴ്ചപ്പാടാണ് ഡൊസറ്റിസം എന്നത്. ഡൊക്കേയോ എന്ന വാക്കിൽ നിന്നാണ് ഈ ഡൊസറ്റിസം എന്ന ആശയമുണ്ടായത്. കണ്ടാൽ ഒരു കാര്യം യാഥാർത്ഥ്യമാണ് എന്ന് തോന്നുമെങ്കിലും അത് യാഥാർത്ഥ്യമല്ല. സെല്ലോസ് ക്യാൻവാസിൽ കാണുന്നതായിരിക്കുന്ന ചിത്രം പോലെ മാത്രമേ കർത്താവിന്റെ ശരീരം ഇരുന്നുള്ളൂ, ഒരു യഥാർത്ഥ ശരീരം കർത്താവിന് ഉണ്ടായിരുന്നില്ല എന്ന ഉപദേശമാണ് ഡൊസറ്റിസം വിശ്വസിച്ചതായിരിക്കുന്ന ആളുകൾ പഠിപ്പിച്ചത്. ഇപ്രകാരമുള്ള തെറ്റായ പഠിപ്പിക്കലിനെതിരെയാണ് യോഹന്നാൻ തന്റെ ലേഖനങ്ങൾ എഴുതിയത്. ശിഷ്യന്മാരുടെ കരങ്ങൾ കൊണ്ട് തൊട്ടതും കണ്ണുകൾ കൊണ്ട് കണ്ടതും ചെവികൾ കൊണ്ട് കേട്ടതുമായ യാഥാർത്ഥ്യമാണ് യേശുക്രിസ്തു എന്ന് അവരെ അടിവരയിട്ട് പഠിപ്പിച്ചു. യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അക്കാര്യം അസന്നിഗ്ധമായി യോഹന്നാൻ പ്രസ്താവിച്ചു. 2 യോഹന്നാൻ 7-ാം വാക്യത്തിൽ യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്തവർ ഏത് ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരാണ് എന്ന് യോഹന്നാൻ പറഞ്ഞു. ലോഗോസ് അഥവാ വചനം സംബന്ധിച്ച വളരെയധികം സംവാദങ്ങൾ ജ്ഞാനവാദികളുമായി 1-ാം നൂറ്റാണ്ടിൽ തന്നെ നടന്നിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് യോഹന്നാന്റെ സുവിശേഷവും ലേഖനങ്ങളും. തൃത്വത്തിലെ രണ്ടാമനായ പുത്രൻ നമ്പുരാനായിട്ടാണ് ലോഗോസിനെ യോഹന്നാൻ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ലോഗോസ് ജഡമായി തീർന്നു എന്ന പ്രഖ്യാപനം ലോഗോസിനെ സംബന്ധിച്ചുള്ള അതിപ്രധാനമായ വെളിപ്പാട് ആയിട്ടാണ് യോഹന്നാൻ പറഞ്ഞിട്ടുള്ളത്. ലോഗോസിനെ വചനം എന്ന് പരിഭാഷ ചെയ്യണമോ എന്നത് സംബന്ധിച്ച് വചനം പരിഭാഷ ചെയ്തതായിരിക്കുന്ന ആളുകൾക്കിടയിൽ കാര്യമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ജെയിംസ് മൊഫറ്റിന്റെ പരിഭാഷയിൽ ലോഗോസ് എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യം ലോഗോസ് ഉണ്ടായിരുന്നു, ലോഗോസ് ദൈവത്തോടു കൂടെയായിരുന്നു, ലോഗോസ് ദൈവമായിരുന്നു. യേശുക്രിസ്തുവിന്റെ സമ്പൂർണ്ണ ദൈവത്വവും ജനധാരണവും അപ്പോസ്തോലിക കാലം മുതൽ വിശ്വസിച്ചു വന്ന സത്യങ്ങളാണ്. തിരുവെഴുത്തുകൾ മാത്രമാണ് തങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായി അപ്പോസ്തോലിക പിതാക്കന്മാർ ആശ്രയിച്ചിരുന്നത്. പഴയ പുതിയ നിയമങ്ങൾ ഒഴികെ മറ്റ് യാതൊരു സ്രോതസ്സിനെയും തങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായി അവർ അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ അപ്പോസ്തോലിക പിതാക്കന്മാരുടെ എഴുത്തുകൾ വായിക്കുമ്പോൾ നമ്മുടെ കൈവശമുള്ള പഴയ പുതിയ നിയമങ്ങളിലെ വാക്കുകളിൽ നിന്നും കുറെയൊക്കെ വ്യത്യാസമുള്ളവയായിട്ടാണ് പലയിടങ്ങളിലും അവർ വചനത്തെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നൽകപ്പെട്ട ഉത്തരം അവർ പഴയ നിയമത്തിന്റെ ഗ്രീക്ക് പരിഭാഷയായ സെപ്റ്റുവാജിന്റിൽ നിന്നുമാണ് ഉദ്ധരണികൾ നടത്തിയിട്ടുള്ളത് എന്നാണ്. സെപ്റ്റുവജിന്റ് 100% വിശ്വസനീയമായ ഒരു പരിഭാഷയല്ല എന്ന യാഥാസ്ഥിതിക ക്രൈസ്തവർ തന്നെ ഏറ്റു പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിഭാഷയെ സത്യവചനമായി അംഗീകരിക്കാമോ
എന്ന ചോദ്യം ഉപദേശ സംബന്ധമായി ഏറെ പ്രസക്തമാണ്. വള്ളിപുള്ളികൾക്ക് വ്യത്യാസം വരാത്ത വചനത്തെ എങ്ങനെയാണ് അല്പസ്വല്പ വ്യത്യാസങ്ങൾ വരുത്തി പരിഭാഷ ചെയ്തതും അപ്പോസ്തോലിക പിതാക്കന്മാർ ഉപദേശ സ്ഥാപനത്തിന് ഉപയോഗിച്ചതും എന്ന ചോദ്യം ബൈബിളിനെ സംബന്ധിച്ച ഉപദേശങ്ങൾക്ക് വ്യത്യാസം വരുത്തിയല്ലോ എന്ന് ചിന്തിക്കുവാൻ ചിലർക്കെങ്കിലും ഇട നൽകിയിട്ടുണ്ട്. അക്കോമഡേഷൻ എന്ന ആശയത്തെ ഉൾക്കൊള്ളുന്ന പരിഭാഷകർ തങ്ങളുടെ വിവർത്തനങ്ങളിൽ സാംസ്കാരികവും ഭാഷാപരവുമായ വ്യത്യാസങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് പരിഭാഷകൾ ചെയ്തതും ആശയങ്ങൾ ആവിഷ്കരിച്ചതും. എന്നാൽ യാഥാസ്ഥിതികരായ ഉപദേഷ്ടാക്കന്മാരും വേദശാസ്ത്രികളും അക്കോമഡേഷൻ സിദ്ധാന്തത്തെ അംഗീകരിക്കാതെ പരമാവധി അക്ഷരാർത്ഥ പരിഭാഷയും വ്യാഖ്യാനവും സ്വീകരിച്ചു. ചിലർ വ്യാഖ്യാതാക്കൾ പദാനുപത പരിഭാഷ സാധ്യമല്ലാതെ വരുന്ന സന്ദർഭങ്ങളിൽ മൂലഭാഷയിലെ വാക്കിനെ ലിപ്യാന്തരണം അഥവാ ട്രാൻസ്ലിറ്ററേഷൻ ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ലോഗോസിനെ വചനമെന്ന് പരിഭാഷ ചെയ്യാതെ ലോഗോസ് എന്ന് തന്നെ അവർ ഉപയോഗിച്ചു. ഇതുമൂലം എഴുതപ്പെട്ട വചനത്തെയും തൃത്വത്തിന് രണ്ടാമനായ ലോഗോസിനെയും തമ്മിൽ ആശയക്കുഴപ്പം കൂടാതെ അവതരിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. ഉപദേശത്തിൽ വ്യത്യാസം വരരുത് എന്ന നിർബന്ധമാണ് ലിപ്യാന്തരണം ചെയ്യുവാൻ പരിഭാഷകരെ നിർബന്ധിച്ചത്. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളും പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളും കൂടാതെ മറ്റ് നിരവധി പുസ്തകങ്ങൾ അപ്പോസ്തലിക കാലത്ത് തന്നെ നിലവിലുണ്ടായിരുന്നു. എന്നാൽ അവയൊന്നും കാനൂനികമായി അംഗീകരിക്കുവാൻ അപ്പോസ്തലിക പിതാക്കന്മാർ കൂട്ടാക്കിയില്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന അപ്പോക്രിഫ, സ്യൂഡെപ്പിഗ്രാഹ മുതലായ എഴുത്തുകളെ തങ്ങളുടെ ആശയങ്ങളെ സ്ഥിരീകരിക്കുവാനായിട്ട് അവർ ഒരിക്കലും അവരുടെ എഴുത്തുകൾ ഉദ്ധരിച്ചിട്ടില്ല. 66 പുസ്തകങ്ങളിലെ ഉദ്ധരണികളല്ലാതെ അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിൽ നിന്നോ സ്യൂഡെപ്പിഗ്രാഫ ഗ്രന്ഥങ്ങളിൽ നിന്നോ അവർ ഉദ്ധരണികൾ എടുത്തിരുന്നില്ല. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോസ്തലിക പിതാക്കന്മാരും അവരെ തുടർന്നുള്ള സഭാപിതാക്കന്മാരും തിരുവഴുത്തിലെ ഉപദേശങ്ങൾക്ക് ഉപോദ്ബലകമായി മറ്റ് യാതൊരു എഴുത്തുകളെയും ആശ്രയിച്ചിരുന്നില്ല എന്നതാണ്. തിരുവഴുത്തുകൾ തിരുവഴുത്തുകളെ തെളിയിക്കട്ടെ, തിരുവഴുത്തുകൾ തിരുവഴുത്തുകളെ വ്യാഖ്യാനിക്കട്ടെ എന്നിങ്ങനെയുള്ള ബോധ്യതകളാണ് അവർ സ്വീകരിച്ചിരുന്നത്. കാനോനിക തിരുവഴുത്തുകൾ മാത്രമാണ് ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ ആരാധനക്രമങ്ങളിൽ ലിറ്റർജീസിൽ അവർ ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് അകാനോനിക ആശയങ്ങൾ ആരാധനാക്രമങ്ങളിലേക്ക് കടന്നു വന്നത്. സഭാചരിത്രം പഠിക്കുമ്പോൾ ഉപദേശത്തിന്റെ ക്രോഡീകരണം ആവശ്യമായി തീർന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനുവേണ്ടി വിശ്വാസ പ്രമാണങ്ങൾ അവർ എഴുതിയുണ്ടാക്കിയതായി നാം മനസ്സിലാക്കുന്നു. മാസങ്ങളോളം അഥവാ വർഷങ്ങളോളം കൗൺസിലുകൾ വിളിച്ചുകൂട്ടി സഭാ നേതാക്കന്മാർ ഉപദേശ വിഷയങ്ങളെ സത്യസന്ധമായി ക്രോഡീകരിക്കുവാൻ ശ്രമിച്ചിരുന്നു. ഗൗരവമേറിയ ദുരുപദേശങ്ങൾ സഭയ്ക്കുള്ളിലേക്ക് നുഴഞ്ഞു വരികയും വിശ്വാസ സമൂഹം ചേരി തിരിയുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് ഇപ്രകാരമുള്ള കൗൺസിലുകളിലേക്ക് സുരകദോസുകൾ വിളിച്ചുകൂട്ടിയിരുന്നത്. റോമാ സാമ്രാജ്യത്തിന്റെ അഖണ്ഡതയെ തന്നെ തീവ്രമായി വിളിക്കുവാൻ ഇടയായ ഒരു സാഹചര്യത്തിലാണ് കുസ്തന്തീനോസ് ചക്രവർത്തി നിക്കിയ കൗൺസിൽ വിളിച്ചുകൂട്ടിയത് AD 325. യേശുക്രിസ്തുവിന്റെ സമ്പൂർണ്ണ ദൈവത്വത്തിനെതിരെ അരിയൂസ് എന്നയാൾ ഉയർത്തിയ പഠിപ്പിക്കലുകളുടെ നിജസ്ഥിതി വചനത്തിന്റെ വെളിച്ചത്തിൽ വിലയിരുത്തുവാനാണ് നിക്കിയ കൗൺസിൽ വിളിച്ചുകൂട്ടിയത്. എന്നാൽ കുസ്തന്തീനോസിന്റെ മനസ്സിൽ അതോടൊപ്പം ഉണ്ടായിരുന്ന ആശയം റോമാ സാമ്രാജ്യത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കുക, അതായത് ഉപദേശപരമായിരിക്കുന്ന വിഭജനത്തെ തുടർന്ന് ക്രൈസ്തവഗോളം രണ്ടായിട്ട് ഭാഗിക്കപ്പെട്ടാൽ അത് റോമാ സാമ്രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുമെന്നതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഉപദേശപരമായിരിക്കുന്ന ഒരു ഐക്യം സ്ഥാപിക്കുക എന്നത് കുസ്തന്തീനോസിന്റെ ഒരാവശ്യമായിരുന്നു. 318 ബിഷപ്പന്മാരാണ് നിക്കിയ കൗൺസിലിൽ കൂടി വന്നത്. അവരിൽ 28 പേർ അരിയൂസിന്റെ ഉപദേശത്തെ അംഗീകരിക്കുന്നവരായിരുന്നു. അരിയൂസ് ഒരു ബിഷപ്പ് അല്ലാതിരുന്നതിനാൽ കൗൺസിൽ അദ്ദേഹത്തിന് പങ്കെടുക്കുവാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. തന്നെ പ്രതിദാനം ചെയ്തതിന് ഇക്കോദാമിയയിലെ യൂസിബിയസും നിക്കയിലെ തെയോഗ്നസും ആയിരുന്നു. അലക്സാണ്ടർക്കാരനായ അലക്സാണ്ടറാണ് അരിയൂസിനും അരിയൂസിന്റെ ഉപദേശങ്ങൾക്കും എതിരെ നടപടി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുനകദോസിന്റെ നടപടികൾക്ക് തുടക്കം കുറിച്ചത്. അലക്സാണ്ടറുടെ സഹായിയായിരുന്ന അത്തനേഷ്യസ് ആണ് അരിയൂസിന്റെ ഉപദേശങ്ങളെ ശരിക്കും ഖണ്ഡിച്ചത്. പിൽക്കാലത്തെ അത്തനേഷ്യസ് അലക്സാണ്ട്രിയയിലെ ബിഷപ്പായി തീർന്നു. നിക്കായിൽ കൂടി വന്നിരുന്ന ഭൂരിഭാഗം ബിഷപ്പന്മാരും അരിയൂസിന്റെ ഉപദേശത്തെക്കുറിച്ച് ഒന്നും അറിയാത്തവരായിരുന്നു. അക്കാരണം കൊണ്ട് തന്നെ കൗൺസിലിൽ ചർച്ചയ്ക്കെടുത്ത വിഷയത്തെക്കുറിച്ച്
ആധികാരികമായി ഒന്നും പറയുവാൻ അവർക്കാർക്കും കഴിഞ്ഞിരുന്നില്ല. കൗൺസിൽ വിളിച്ചുകൂട്ടിയ കുസ്തന്തീനോസ് ചക്രവർത്തിക്കാകട്ടെ, ഞാൻ പറഞ്ഞതുപോലെ തൃത്വോപദേശത്തിന്റെ സംരക്ഷണത്തെക്കാൾ റോമാ സാമ്രാജ്യത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കണം എന്നതിലായിരുന്നു കൂടുതൽ താല്പര്യം. ഇക്കാരണത്താൽ കൗൺസിലിന്റെ തീരുമാനം എന്തായാലും ഒരു ഭിന്നത ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു. മാസങ്ങൾ നീണ്ട സംവാദങ്ങൾക്കൊടുവിൽ അത്തനേഷ്യസിന്റെ ആശയങ്ങളെ വചനാനുസരണമുള്ള ആശയങ്ങളായി കൗൺസിൽ കണ്ടെത്തുകയും അരിയൂസിന്റെ സിദ്ധാന്തത്തെ അല്ലെങ്കിൽ ഏരിയനിസത്തെ പാഷാണ്ഡതയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഇതോടുകൂടെ ഉയർന്നു വന്ന വലിയൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ആരാണ് ഉപദേശം നിശ്ചയിക്കേണ്ടത് എന്നതാണ്. ഉപദേശം നിശ്ചയിക്കുവാനും സ്ഥാപിക്കുവാനും കൗൺസിലുകൾക്കും സുന്നഹദോസുകൾക്കും അധികാരമുണ്ടോ എന്ന ചോദ്യം നിക്യ സുന്നഹദോസിന്റെ കൗൺസിലിന് ശേഷം ഉയർന്നു വന്നിട്ടുള്ള പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഉണ്ട് എന്നും ഇല്ല എന്നും ഇരുധ്രുവങ്ങളിൽ നിൽക്കുന്ന ഉത്തരങ്ങളാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ദൈവത്തിന് വചനം പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾ ഗ്രഹിക്കുകയും അംഗീകരിക്കുകയും ഉപദേശിക്കുകയും അനുസരിക്കുകയും ചെയ്യുവാനല്ലാതെ പുതിയ ഉപദേശങ്ങൾ സ്ഥാപിക്കുവാനോ പഠിപ്പിക്കുവാനോ കൗൺസിലുകൾക്കും സുന്നഹദോസുകൾക്കും ദൈവം അധികാരം നൽകിയിട്ടില്ല. എന്നാൽ കാലാകാലങ്ങളിലായി മതനേതാക്കന്മാരും സഭാ നേതാക്കന്മാരും വേദശാസ്ത്രികളും പഠിപ്പിക്കുന്നതെല്ലാം തിരുവചനപ്രകാരം സത്യമാണോ എന്ന് പരിശോധിക്കുവാനുള്ള ഉത്തരവാദിത്വവും കടപ്പാടും വ്യക്തികൾക്കും സഭകൾക്കും തീർച്ചയായും ഉണ്ട് എന്നവർ പറയുകയുണ്ടായി. ക്രിസ്തീയ കോളത്തിൽ ദുരുപദേശങ്ങൾ ഉയർന്നു വരികയും സഭകളെ പൊതുവായി അവ ബാധിക്കുകയും ചെയ്യുമ്പോൾ സഭകൾ ഒരുമിച്ചുകൂടി അങ്ങനെയുള്ള ഉപദേശങ്ങളെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചിക്കുവാനും വിശകലനം ചെയ്യുവാനും തെറ്റായതിനെ തിരുത്തുവാനും ദുരുപദേശത്തെ ഒരു ദുരുപദേശമായി പ്രഖ്യാപിക്കുവാനുമുള്ള പാരമ്പര്യമാണ് യെരുശലേം കൗൺസിൽ നമുക്ക് നൽകുന്നത് എന്ന് അവർ വാദിക്കുകയുണ്ടായി. അങ്ങനെ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് മാത്രമല്ല, പലപ്പോഴും അങ്ങനെ ചെയ്യുവാനുള്ള ആവശ്യവും സഭകൾക്ക് ഉണ്ടായിട്ടുണ്ട്. കൗൺസിലുകളുടെ കണ്ടെത്തലുകളും തീരുമാനങ്ങളും ആത്യന്തികവും ആധികാരികവും സഭയ്ക്ക് ബാധകവുമാണോ എന്ന ചോദ്യം വളരെയേറെ പ്രസക്തമാണ്. നവീകരണ പിതാവായ മാർട്ടിൻ ലൂതർ വേംസിൽ കൂടിയ ആലോചനാ സഭയിൽ ഡയറ്റ് ഓഫ് വേംസിൽ പ്രഖ്യാപിച്ചതുപോലെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ മനസാക്ഷിയിൽ സത്യമാണെന്ന് ബോധ്യമായ കാര്യങ്ങളെ മാത്രമേ അംഗീകരിക്കുവാനുള്ള കടപ്പാട് വിശ്വാസികൾക്കും സഭകൾക്കും ഉള്ളൂ. അതുകൊണ്ട് യാതൊരു കൗൺസിലിന്റെയും ആലോചനാ സഭയുടെയും തീരുമാനങ്ങൾ ആത്യന്തികമായി അംഗീകരിക്കുവാൻ ആരും കടപ്പെട്ടിരിക്കുന്നില്ല. ദൈവവചനം മാത്രമാണ് ആത്യന്തികമായി മാറ്റമില്ലാത്ത ആധികാരിക വചനം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ബൈബിൾ പഠിപ്പിക്കുന്ന ഉപദേശം ശരിയോ തെറ്റോ എന്ന് നിശ്ചയിക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം ആർക്കും നൽകിയിട്ടില്ല. ബൈബിൾ പഠിപ്പിക്കുന്ന സത്യങ്ങൾ സത്യമാണെന്ന് അംഗീകരിക്കുക മാത്രമാണ് വിശ്വാസികളുടെ ദൗത്യം. കൗൺസിലുകളും ആലോചനാ സഭകളും എഴുതിയുണ്ടാക്കുന്ന വിശ്വാസ പ്രമാണങ്ങളും വിശ്വാസ പ്രഖ്യാപനങ്ങളും ഡോഗ്മാസും അതേപടി അംഗീകരിക്കുവാൻ ആരും കടപ്പെട്ടവരല്ല. വചനത്തിന്റെ വെളിച്ചത്തിൽ ശരിയാണെന്ന് ബോധ്യമായവയെ മാത്രം വിശ്വാസ പ്രമാണങ്ങളും വിശ്വാസ പ്രഖ്യാപനങ്ങളുമായി അംഗീകരിച്ചാൽ മതി. ഒരാൾക്ക് തന്നെ മതത്തോടും സമുദായത്തോടുമുള്ള കടപ്പാടിന്റെ ഭാഗമാണ് അയാളുടെ സമുദായം പഠിപ്പിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളെയും വിശ്വാസ പ്രഖ്യാപനങ്ങളെയും അംഗീകരിക്കുക എന്നുള്ളത്. എന്നാൽ തിരുവചനത്തെ ആത്യന്തികമായി അംഗീകരിച്ചിട്ടുള്ളവർക്ക് വചനം പഠിപ്പിക്കുന്നതിന് വിപരീതമായിട്ടുള്ള യാതൊരു ഡോഗ്മ ആര് പഠിപ്പിച്ചാലും സ്വീകാര്യമല്ല. ദൈവസത്യങ്ങളെ എപ്പോഴും വിശ്വാസം ദൈവസത്യങ്ങളെ എല്ലായ്പ്പോഴും ആരായുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ യാതൊരു മനുഷ്യനും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വചനത്തെ സ്വന്തമായി പഠിച്ച് അപഗ്രഥം ചെയ്ത് വിവേചിച്ച ഉപദേശങ്ങൾ പ്രസ്താവ്യ സത്യങ്ങൾ അല്ലെങ്കിൽ പ്രൊപ്പസിഷണൽ ട്രൂത്ത് ആയിട്ട് രൂപപ്പെടുത്തി ഉൾക്കൊള്ളുവാൻ കഴിയുന്നതല്ല. അത് പ്രായോഗികമായി അസാധ്യമായ കാര്യമാണ്. സത്യത്തിന്റെ പ്രകാശനം അല്ലെങ്കിൽ ഇലുമിനേഷൻ സഞ്ചിതമാണ്, ക്യുമുലേറ്റീവാണ്. എന്ന് പറഞ്ഞാൽ ദൈവം ഒരാൾക്ക് വെളിപ്പെടുത്തിയതായിരിക്കുന്ന സത്യങ്ങൾ അയാൾക്ക് വേണ്ടി മാത്രം വെളിപ്പെടുത്തിയതല്ല, അത് ക്രിസ്തീയ സഭയുടെ സ്വത്താണ്. അതുകൊണ്ട് ദൈവം ദൈവദാസന്മാർക്ക് പ്രകാശിപ്പിച്ചെന്ന സത്യങ്ങൾ അവരുടെ സ്വന്തമായി സൂക്ഷിക്കുവാനല്ല, സഭയുടെ സ്വത്തായി പങ്കുവയ്ക്കുവാനാണ് കടപ്പെട്ടിരിക്കുന്നത്. ദൈവം എനിക്ക് വ്യക്തിപരമായി നേരിട്ട് പ്രകാശനം ചെയ്ത് തന്നെങ്കിൽ മാത്രമേ ഞാനത് സ്വീകരിക്കൂ എന്ന യാതൊരു വിഷയത്തെക്കുറിച്ചും യാതൊരു മനുഷ്യനും പറയുവാനുള്ള അനുവാദമില്ല. ഉപദേഷ്ടാക്കന്മാരായി ദൈവം നിയമിച്ചിട്ടുള്ള ദൈവദാസന്മാർ സത്യസന്ധമായി വചനം പഠിച്ച് കണ്ടെത്തുന്ന സത്യങ്ങൾ സഭയുടെ കൂട്ടായ വിവേചനത്തിന് വിധേയമാക്കുകയും സഭ അത് സത്യമെന്ന് കണ്ടാൽ അംഗീകരിക്കുകയുമാണ് ചെയ്യുന്നത്. വചനത്തിന്റെ അളവുകോലിനും ആധികാരികതയ്ക്കും പുറത്ത് മറ്റൊരളവുകോൽ സത്യത്തിനില്ല. ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു എന്നത് മാത്രമാണ് അളവുകോലായിരിക്കുന്നത്. സഭകൾക്ക് വിശ്വാസ പ്രമാണങ്ങളും വിശ്വാസ പ്രഖ്യാപനങ്ങളും വേണ്ടേ?
നവീകരണ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ ഡോഗ്മാസ് ആയി രൂപപ്പെടുത്തിയിട്ടുണ്ട്. നിക്യ വിശ്വാസ പ്രമാണം, വെസ്റ്റ്മിൻസ്റ്റർ വിശ്വാസ പ്രമാണം, ബെൽജിക് വിശ്വാസ പ്രമാണം, ഇങ്ങനെ നിരവധി വിശ്വാസ പ്രമാണങ്ങൾ വിഖ്യാതങ്ങളാണ്. ചില സഭകളിലും സമൂഹങ്ങളിലും വിശ്വാസ പ്രമാണങ്ങളെ ആഴ്ചതോറും വിശ്വാസികൾ ഉരുവിടുകയും അതിനോടുള്ള അവരുടെ കൂറ് പ്രഖ്യാപിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ സുവിശേഷ വീരരുടെ ഇടയിൽ ഏതെങ്കിലും വിശ്വാസ പ്രമാണത്തോട് കൂറ് പ്രഖ്യാപിക്കാതെ ഞങ്ങൾ 66 പുസ്തകങ്ങൾ അടങ്ങുന്ന വിശുദ്ധ ബൈബിളിൽ വിശ്വസിക്കുന്നു എന്ന് മാത്രം പ്രഖ്യാപിക്കുന്നതാണ് രീതി. അങ്ങനെ പറയുന്നത് ശരിയാണെങ്കിലും അവർ എന്താണ് വിശ്വസിക്കുന്നതെന്ന് അറിയുവാൻ അവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും. കാരണം ഒട്ടുമിക്കവാറും എല്ലാ ദുരുപദേശ സംഘടനകളും ബൈബിളാണ് ഞങ്ങളുടെ ആധികാരികമായിരിക്കുന്ന അടിസ്ഥാനമായിരിക്കുന്നത് എന്ന് അവകാശപ്പെടുന്നവരാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഉപദേശങ്ങൾക്ക് വ്യത്യാസം വരുമോ എന്നതാണ്. ഉപദേശങ്ങൾക്ക് വ്യത്യാസം വരുമോ എന്ന ചോദ്യത്തിന് നിഷേധാത്മകമായും ക്രിയാത്മകമായും ഉത്തരം പറയുവാൻ കഴിയുന്നതാണ്. സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ 2000 വർഷങ്ങൾ കൊണ്ട് പല ഉപദേശ വിഷയങ്ങൾക്കും വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ബൈബിളിലെ ഉപദേശങ്ങൾക്ക് വ്യത്യാസം വരുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും വ്യത്യാസം വരികയില്ല. വ്യത്യാസം വരുവാൻ കഴിയുന്നതുമല്ല എന്ന് ധൈര്യമായി നമുക്ക് പറയുവാനായിട്ട് കഴിയും. ബൈബിളിലെ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന മനുഷ്യർ പല കാരണങ്ങളാൽ അല്പസ്വല്പം വ്യത്യാസങ്ങൾ വരുത്തി പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഉപദേശങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നത്. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടോ എന്ന ചോദ്യം വളരെ വലിയൊരു ചോദ്യമാണ്. എല്ലാ വിശ്വാസികളുടെയും പൗരോഹിത്യം അംഗീകരിക്കുന്ന പക്ഷം എല്ലാ വിശ്വാസികൾക്കും ബൈബിൾ വ്യാഖ്യാനിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അംഗീകരിക്കേണ്ടതാണ്. ആ സ്വാതന്ത്ര്യം എല്ലാ വിശ്വാസികളും ഉപയോഗിച്ചാൽ വ്യാഖ്യാനങ്ങൾ ഒരുപോലെ ആയിരിക്കില്ല എന്നത് കോമൺ സെൻസ് ആണ്. പ്രോട്ടസ്റ്റന്റുകാരുടെ ഇടയിൽ ഉപദേശകാര്യത്തിൽ വൈവിധ്യം ഉണ്ടാകുവാൻ കാരണം വിശ്വാസികളുടെ പൗരോഹിത്യം എന്ന ഉപദേശത്തെ അവർ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ്. ചെക്ക് ആൻഡ് ബാലൻസ് ഇല്ലാത്ത സംവിധാനത്തിലും വൈരുദ്ധ്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് പുതിയ നിയമം പഠിപ്പിക്കുന്ന വിശ്വാസികളുടെ പൗരോഹിത്യം എന്ന ഉപദേശത്തെക്കുറിച്ച് ഗൗരവമായി വിചിന്തനം ആവശ്യമാണ്. എന്നാൽ വചനത്തിന്റെ ഉപദേശത്തിന് വ്യത്യാസം വരുത്തുവാൻ അനുവാദവുമില്ല. അങ്ങനെയെങ്കിൽ ഉപദേശത്തിൽ വ്യത്യാസം വരുത്തുകയല്ല, ആ ഉപദേശം എന്താണെന്ന് നിശ്ചയിക്കുകയാണ് ആവശ്യം. ഉദാഹരണമായിട്ട് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും രാജകീയ പുരോഹിതവർഗമാണ് എന്ന് പുതിയ നിയമം വ്യക്തമായി പഠിപ്പിക്കുന്നു. എന്നാൽ രാജകീയ പുരോഹിതവർഗം എന്നതിൻ്റെ വിസ്തൃതി എവിടെ വരെയാണ്? അത് നിശ്ചയിക്കുവാനുള്ള മാർഗരേഖ എന്താണ്? പഴയ നിയമ പുരോഹിതന്മാർക്കുണ്ടായിരുന്ന അധികാരവും ശുശ്രൂഷകളും പുതിയ നിയമ പുരോഹിതന്മാർക്കുണ്ടോ? പഴയ നിയമത്തെ പൗരോഹിത്യത്തിന്റെ ഏകദേശ പിന്തുടർച്ചയാണോ പുതിയ നിയമ പൗരോഹിത്യം? എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പട്ടത്വ സഭകൾ പിന്തുടർച്ചയാണെന്ന് പറയുമ്പോൾ സുവിശേഷ വിഹിത സഭകൾ പിന്തുടർച്ചയല്ല എന്ന് അസന്നിഗ്ധമായി തന്നെ പഠിപ്പിക്കുന്നു. പ്രായോഗിക തലത്തിൽ പൗരോഹിത്യം ഉണ്ടെന്ന് പറയുന്നതായിരിക്കുന്ന സുവിശേഷ വിഹിത സഭകളിൽ പോലും പ്രായോഗിക തലത്തിൽ വരുമ്പോൾ വ്യത്യാസങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പട്ടത്വ സഭകൾ എന്നറിയപ്പെടാത്ത സഭകളിൽ എല്ലാ വിശ്വാസികളും പുരോഹിതന്മാരാണെന്ന് അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും പൗരോഹിത്യം സംബന്ധിച്ച പല ശുശ്രൂഷകളും അതിനായി നിയമിക്കപ്പെട്ടവർക്ക് മാത്രമേ ചെയ്യുവാൻ അനുവാദമുള്ളൂ. തിരുവത്താഴം, സ്നാനം, വിവാഹം മുതലായ കർമാദികൾ ചെയ്യുവാൻ സുവിശേഷ വിഹിതർക്കിടയിൽ പോലും പാസ്റ്റർമാർക്കും മൂപ്പന്മാർക്കും ബിഷപ്പുമാർക്കും മാത്രമേ അധികാരമുള്ളൂ. അങ്ങനെയാകുമ്പോൾ ബൈബിൾ മാത്രമാണ് ആധികാരിക ഗ്രന്ഥം എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ പൗരോഹിത്യം സംബന്ധിച്ച പുതിയ നിയമ ഉപദേശത്തിന് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളും മാനങ്ങളും കൽപ്പിക്കപ്പെടുന്നു. മറ്റു ചില സഭകൾ സഭ അംഗീകരിച്ചിട്ടുള്ള ആർക്ക് വേണമെങ്കിൽ മേൽക്കുറിച്ച വിധമുള്ള ശുശ്രൂഷ ചെയ്യാമെന്ന് പഠിപ്പിക്കുമെങ്കിലും സഭയുടെ അംഗീകാരം വിരലുണ്ടാകുന്ന ആളുകൾക്ക് മാത്രമേ നൽകപ്പെടാറുള്ളൂ. ക്രിസ്തീയ ഉപദേശങ്ങൾ ഒന്നും തനിയെ ഉളവായതോ സ്വർഗത്തിൽ നിന്ന് വീണ് കിട്ടിയതോ അല്ലല്ലോ. ബൈബിൾ ബീജരൂപത്തിൽ ഉപദേശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആ ഉപദേശ ബീജങ്ങൾ മുളച്ചു വളർന്ന ഉപദേശത്തിന്റെ മരമായി തീരുന്നത് അനേക വർഷങ്ങളിലൂടെയുള്ള പഠനത്തിന്റെയും സംവാദത്തിന്റെയും ഫലമായിട്ടാണ് എന്ന് ആർക്കും നിഷേധിക്കുവാൻ കഴിയുകയില്ല. ഉദാഹരണത്തിന് രക്ഷയെ സംബന്ധിച്ചുള്ള ഉപദേശം തന്നെ എടുക്കാം. പുതിയ നിയമത്തിലെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഉപദേശമാണ് രക്ഷയെ സംബന്ധിക്കുന്നത്. ഇന്ന് രക്ഷണീയ വിജ്ഞാനത്തിന്റെ ഭാഗമായി വിശ്വസിക്കപ്പെടുകയും ഉപദേശിക്കപ്പെടുകയും സംവാദിക്കപ്പെടുകയും നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന അനേക ആശയങ്ങളും കാലങ്ങൾ കൊണ്ട് രൂപപ്പെട്ടു വന്നവയാണ്. എന്നാൽ രക്ഷയുടെ കാതലായ ഉപദേശത്തിൽ ഒന്നും തന്നെ അങ്ങനെ രൂപപ്പെട്ടു വന്നവയല്ല. മനുഷ്യൻ പാപിയാണെന്ന ഉപദേശം, പാപിക്ക് സ്വയം രക്ഷിക്കുവാൻ കഴിയുകയില്ല എന്ന ഉപദേശം,
പാപത്തിന്റെ ശമ്പളമാണ് മരണമാണ് എന്ന ഉപദേശം, പാപരഹിതനായിരിക്കുന്ന ഒരു പ്രതിപുരുഷ മരണം കൂടാതെ പാപത്തിന് മോചനമില്ല എന്ന ഉപദേശം, ആ പ്രതിപുരുഷ മരണം തൃത്വത്തിൽ രണ്ടാമനായ യേശു ക്രിസ്തുവിന്റെ ജലധാരണത്തോടും ക്രൂശീകരണത്തോടും അടക്കം മൂന്നാം ദിവസത്തിലുള്ള അക്ഷരാർത്ഥ ശരീരത്തോടുകൂടെയുള്ള ഉയർപ്പ്, സ്വർഗാരോഹണം, വർത്തമാനകാല മധ്യസ്ഥത, മഹാപുരോഹിത്യ ശുശ്രൂഷ തുടങ്ങിയവയോട് ബന്ധപ്പെട്ടതാണെന്നും ഉള്ള ഉപദേശം, ഇതെല്ലാം ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. അത് നാം അംഗീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ വിവിധ പഠിപ്പിക്കലുകളുടെ വിശദാംശങ്ങൾ വിശദമായ ചർച്ചകൾക്കും വിചിന്തനങ്ങൾക്കും സംവാദങ്ങൾക്ക് ശേഷമാണ് കൃത്യമായി രൂപപ്പെട്ടിട്ടുള്ളത്. ഉദാഹരണമായി കർത്താവിന്റെ ജലധാരണത്തിൽ തന്റെ നിത്യദൈവത്വവും താൻ സ്വീകരിച്ച മനുഷ്യത്വവും എങ്ങനെയാണ് വൈരുദ്ധ്യങ്ങൾ കൂടാതെ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നത് ബൈബിൾ ഒരു പ്രസ്താവനയായിട്ട് പറഞ്ഞിട്ടില്ല. അത് വേദശാസ്ത്രികളും കൗൺസിലുകളും വളരെ കാലങ്ങൾ കൊണ്ട് ചർച്ച ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള തീരുമാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസ പ്രമാണങ്ങളിൽ ഒന്നും തന്നെ ഞങ്ങൾ ഏക വ്യക്തി സംയോഗത്തിൽ വിശ്വസിക്കുന്നു എന്നൊരു പ്രസ്താവനയില്ല. ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ പാപരഹിത കന്യാജനത്തിലും പാപരഹിത ജീവിതത്തിലും കാൽവറിയിലെ പ്രതിപുരുഷയാഗത്തിലും അടക്കം മൂന്നാം ദിവസത്തെ ശാരീരിക ഉയർപ്പ് എന്നിവയിലും വിശ്വസിക്കുന്നു എന്നൊക്കെ മാത്രമേ പറയാറുള്ളൂ. ഉപദേശം വിശുദ്ധ ബൈബിൾ വ്യക്തതയോടെ നൽകുന്നു. എന്നാൽ ഉപദേശം സംബന്ധിച്ച വിശദാംശങ്ങൾ കൗൺസിലുകളിലൂടെയും സുന്നതോസുകളിലൂടെയും ബൈബിൾ പഠനങ്ങളുടെയും സംവാദങ്ങളിലൂടെയുമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെയുള്ള പഠനങ്ങളിലും സംവാദങ്ങളിലും തെറ്റുകൾ വന്നിട്ടുണ്ട്, ഇനി വരുവാൻ സാധ്യതയുമുണ്ട്. എന്നാൽ പത്യോപദേശത്തിന് വ്യത്യാസം വരുവാൻ സാധ്യമല്ല. അതിന് വ്യത്യാസം വരുത്തുന്നവരെ വിശ്വാസത്യാഗം ചെയ്തവരായും പാഷാണ്ടികളായിട്ടുമാണ് നാം കണക്കാക്കുന്നത്. ബൈബിളിലെ എല്ലാ ഉപദേശങ്ങളും നാം കണ്ടെത്തിയിട്ടുണ്ട് എന്നോ നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്നോ പറയുവാനായിട്ട് സാധിക്കുന്നതല്ല. വിശുദ്ധ ബൈബിളിന്റെ സത്യസന്ധമായ പഠനം തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഈ പ്രക്രിയയിൽ വചനം പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും ഇനിയും വെളിപ്പെട്ടു വരും. വചനത്തിന്റെ പഠിപ്പിക്കലുകളെ ഉപദേശപരമെന്നും ജീവിത സംബന്ധമെന്നും വേർതിരിക്കാം. എങ്കിൽ ഉപദേശപരമായ കാര്യങ്ങളാണ് ഏറെ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. പ്രായോഗിക ജീവിതത്തെ സംബന്ധിക്കുന്ന വളരെയേറെ കാര്യങ്ങളൊന്നും ഇതുവരെയും നാം കണ്ടെത്തിയിട്ടില്ല. വീണ്ടും ജനനം മുതൽ മരണം വരെ ഒരു വിശ്വാസിയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി ഒരു ബോധ്യത ക്രൈസ്തവ സമൂഹത്തിനുണ്ട് എന്ന് പറയുവാൻ കഴിയുന്നതല്ല. അതിനൊന്നും അത്ര പ്രാധാന്യം നൽകേണ്ടതില്ല എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ ആളുകൾ. ഒരു യഹൂദനെ സംബന്ധിച്ച് ഒരു വ്യക്തിയുടെ ഗർഭധാരണം മുതൽ മരണം വരെയുള്ള എല്ലാ സംഭവങ്ങളും അവന്റെ വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അത് അങ്ങനെ തന്നെയാണ് എന്ന് ബോധ്യതയോടുകൂടി പറയുവാൻ നമുക്ക് കഴിയുന്നതല്ല. പഴയ നിയമത്തിലെ പഠിപ്പിക്കലുകളിൽ ഏതൊക്കെ കാര്യങ്ങൾ പുതിയ നിയമ വിശ്വാസികൾക്ക് ബാധകമല്ല എന്നും ഏതൊക്കെ കാര്യങ്ങൾ ബാധകമാണ് എന്ന് വ്യക്തമായ ഒരു ബോധ്യത ക്രൈസ്തവ സമൂഹത്തിനുണ്ട് എന്ന് പറയാനാവില്ല. ഉദാഹരണമായി ഒരു യഹൂദന്റെ ഒരു കുട്ടി ജനിച്ചാൽ 8ാം നാളിൽ അവന്റെ പരിച്ഛേദന കഴിയുന്നതോടുകൂടെ അവനെ ഒരു യഹൂദൻ എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഒരു ക്രിസ്തീയ ദമ്പതികൾക്ക് ഒരു കുട്ടി ജനിച്ചാൽ അവനെ ഒരു ക്രിസ്ത്യാനിയ എന്ന് സത്യസന്ധമായി കണക്കാക്കണമെങ്കിൽ അവന് വീണ്ടും ജനനം സംഭവിച്ചിരിക്കണം. അതുവരെ അവനെ ഒരു വിജാതിനായി മാത്രമേ കണക്കാക്കുവാൻ പാടുള്ളൂ. പല സമുദായങ്ങളും പരിച്ഛേദനയ്ക്ക് പകരം മാമോദിസ എന്ന ഒരു കർമ്മം കുട്ടിയുടെ മേൽ ചെയ്തത് കൊണ്ട് ആ കുട്ടിയെ ക്രിസന്റത്തിന്റെ അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തിന്റെ ഭാഗമായി കണക്കാക്കുകയും അവന്റെ സ്ഥിരീകരണം അഥവാ കൺഫർമേഷന് ശേഷം അവനെ സഭാംഗമായി കണക്കാക്കുകയും ചെയ്യുന്നു. സുവിശേഷ വിഹിതം 3-4 വയസ്സുള്ള കുട്ടിയെ സ്കൂളിൽ ചേർക്കുമ്പോൾ മതം ചോദിക്കുമ്പോൾ ക്രിസ്ത്യാനി എന്നാണ് പറയുന്നത്. എന്നാൽ അവൻ എങ്ങനെയാണ് ക്രിസ്ത്യാനിയായി തീർന്നത് എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല. ക്രമേണ ക്രിസ്ത്യാനിയായി കൊള്ളും എന്ന വിശ്വാസത്തിലാണോ അതോ മാതാപിതാക്കളുടെ മതം കുട്ടിക്ക് ഓട്ടോമാറ്റിക്കലി ആപ്ലിക്കബിൾ ആണ് എന്ന നിലയിലാണോ, എങ്ങനെയാണ് അവനെ ക്രിസ്ത്യൻ എന്ന് പറയുന്നത്? ഇപ്രകാരമുള്ള പ്രായോഗിക വിഷയങ്ങളെ കുറിച്ച് കാര്യമായി ഒന്നും സുവിശേഷ വിഹിതർ ചിന്തിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുട്ടിയുടെ മതം ക്രിസ്തു മതം എന്ന് കാശുലായി അങ്ങ് എഴുതിവിടുകയാണ്. എക്സ്ക്ലൂസീവ് ബ്രദർ എന്നറിയപ്പെടുന്ന ക്രിസ്തീയ വിഭാഗത്തിലെ ചില അവാന്തര വിഭാഗങ്ങളിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് മാമോദിസ നൽകി ക്രിസന്റത്തിന്റെ ഭാഗമാക്കുകയും യേശു ക്രിസ്തുവിനെ അവർ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനമേറ്റ ശേഷം കർത്താവിന്റെ സഭയുടെ ഭാഗമാകുകയും ചെയ്യുന്ന രീതിയുണ്ട്. ഇങ്ങനെയുള്ള പല പ്രായോഗിക കാര്യങ്ങളിലും കൂടുതൽ പഠനവും വിചിന്തനവും സംവാദവും ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറ എന്ന് വിശേഷിക്കപ്പെടാവുന്ന വിഷയങ്ങളിൽ
ഒന്നാണല്ലോ തൃത്വോപദേശം. ദൈവത്തിന് തൃത്വാസ്തിത്വത്തിൽ വിശ്വസിക്കാത്ത യാതൊരുവിനെയും ക്രിസ്ത്യാനിയായി കണക്കാക്കാനാവില്ല. എന്നാൽ ദൈവത്തിന്റെ തൃത്വാസ്തിത്വം ഒരു പ്രസ്താവ്യ സത്യമായിട്ട് വചനത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ആളത്വങ്ങളടങ്ങിയ ഒരു വ്യക്തിയാണ് എന്ന ഒരു പ്രസ്താവന പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ദൈവം ഏകനാണ്, പിതാവ് ദൈവമാണ്, യേശുക്രിസ്തു ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നീ പ്രസ്താവ്യ സത്യങ്ങളായിട്ട് പഴയ പുതിയ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദൈവം ഒരുവനേ ഉള്ളൂ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 വ്യക്തികൾ ദൈവമാണ് എന്നിങ്ങനെയുള്ള പ്രസ്താവനകളെ ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമായിട്ടാണ് ദൈവം ത്രിയേകനാണ് എന്ന് നാം പറയുന്നത്. ഈ സത്യം ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നതാണ്. ദൈവത്വത്തിലെ 3 ആളത്വങ്ങൾക്ക് തമ്മിലുള്ള ബന്ധം എന്ത് എന്നത് സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ആധികാരിക പ്രസ്താവന നമുക്കില്ല. എന്നാൽ അത് സംബന്ധിച്ചുള്ള അനേക പ്രസ്താവനകൾ നമുക്കുണ്ട്. ആ പ്രസ്താവനകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത പ്രസ്താവനകളാണ് തൃത്വത്തിലെ ആളത്വങ്ങൾ സംബന്ധിച്ചുള്ള ഉപദേശങ്ങൾ. ഇവ സംബന്ധിച്ചുള്ള പഠിപ്പിക്കലുകൾ വളരെ വിലയേറിയ പഠിപ്പിക്കലുകളാണ്. അവയെ വിശകലനവും പഠനവും സംവാദവും നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. ഏകത്വത്തിൽ നാനാത്വവും നാനാത്വത്തിൽ ഏകത്വവും ഉൾക്കൊള്ളാത്ത പഠിപ്പിക്കലുകൾ സത്യസന്ധമല്ല. ദൈവം ഏകനാണ് എന്ന സത്യത്തിൽ ദൈവത്തിൽ 3 ആളത്വങ്ങൾ അഭേദ്യ ഗുണങ്ങളിലും അസ്തിത്വത്തിലും സാരാംശങ്ങളിലും തത്തുല്യമായി സ്ഥിതി ചെയ്യുന്നു എന്ന ആശയം ഉൾക്കൊള്ളുന്നു. ഒന്നിനെ ഉൾക്കൊള്ളുവാൻ മൂന്നിനോ, മൂന്നിനെ ഉൾക്കൊള്ളുവാൻ ഒന്നിനോ കഴിയാതെ വന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള ഉപദേശം സത്യസന്ധമാവുകയില്ല. ദൈവം ഒന്നേയുള്ളൂ, ആ ദൈവം പിതാവാണ്, ആ ദൈവം പുത്രനാണ്, ആ ദൈവം പരിശുദ്ധാത്മാവാണ്. ആ ഏകദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന 3 ആളത്വങ്ങളായി സ്ഥിതി ചെയ്യുന്നു. 3 ഒന്നുകൾ ചേർന്ന് ഓരോന്നായി സ്ഥിതി ചെയ്യുന്നു. ഈ ഉപദേശത്തിന്റെ വിശദാംശങ്ങൾ വളരെയേറെ കാലത്തെ പഠനത്തിന്റെയും സംവാദത്തിന്റെയും ഫലമായിട്ടാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ദൈവത്തെക്കുറിച്ചുള്ള ഉപദേശം കണ്ടെത്തുകയായിരുന്നില്ല, വചനം വെളിപ്പെടുത്തുന്ന ഉപദേശത്തിന്റെ വിശദാംശങ്ങൾ വചനത്തിൽ നിന്ന് തന്നെ കണ്ടെത്തുകയാണ് ചെയ്തത്. കണ്ടെത്തിയ വിശദാംശങ്ങൾ വചനവുമായി യോജിക്കുന്നില്ലെങ്കിൽ കണ്ടെത്തിയത് വ്യാജമാണ്. വ്യാജമായത് വിശ്വസിക്കുന്നവർ ദുരുപദേശകന്മാരാണ്. ക്രൈസ്തവ സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ വിശ്വാസസംബന്ധമായ കൃത്യതയ്ക്ക് ഇന്ന് നൽകപ്പെടുന്നതിനേക്കാൾ വളരെയേറെ പ്രാധാന്യം നൽകപ്പെട്ടിരുന്നു. യേശുക്രിസ്തുവിന്റെ ദൈവത്വം, പരിശുദ്ധാത്മാവിന്റെ ദൈവത്വം, ദൈവത്വത്തിലെ 3 ആളത്വങ്ങൾ തമ്മിലുള്ള ബന്ധം, ജലധാരണം ചെയ്ത ക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിലുള്ള ബന്ധം മുതലായവയെക്കുറിച്ച് ഏറെ സംവാദങ്ങൾ ആദ്യത്തെ നൂറ്റാണ്ടുകളിൽ നടന്നിരുന്നു. ഇന്നത്തെ പോലെ ക്രൈസ്തവർ 100 സമുദായങ്ങളായി അന്ന് വിഭാഗിക്കപ്പെട്ടിരുന്നില്ല. അക്കാരണത്താൽ വിശ്വാസങ്ങൾ സമുദായവൽക്കരിക്കപ്പെട്ടിരുന്നില്ല. ക്രിസ്തുമതത്തിലെ എല്ലാവരും ഏതാണ്ട് ഒന്ന് തന്നെ വിശ്വസിച്ചിരുന്നു. ഏതിലെങ്കിലും തെറ്റിയാൽ എല്ലാവരും തെറ്റുമായിരുന്നു. ഇക്കാരണത്താൽ തെറ്റാതെ ഇരിക്കുവാൻ സഭാ നേതൃത്വം ഏറെ ശ്രദ്ധ കൊടുത്തിരുന്നു. അരിയൂസ് എന്ന ഒരാൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ചും ദൈവത്തിന്റെ തത്വാസ്തിത്വത്തെക്കുറിച്ചും വിഭിന്നമായ ഒരു പഠിപ്പിക്കൽ കൊണ്ടുവന്നപ്പോൾ സഭയ്ക്ക് അത് കണ്ടില്ല എന്നോ സാരമില്ല എന്നോ വയ്ക്കുവാൻ കഴിയുമായിരുന്നില്ല. സഭയുടെ അഖണ്ഡതയ്ക്ക് മാത്രമല്ല, സാമ്രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് പോലും വെല്ലുവിളിയായി തീർന്ന ഒരു സാഹചര്യമായിരുന്നു അത്. നിക്കയിൽ കൂടിയ കൗൺസിൽ അരിയൂസിന്റെ തെറ്റായ പഠിപ്പിക്കലിനെ വിശദമായി പരിശോധിക്കുകയും അത് തെറ്റാണെന്ന് കണ്ടെത്തുകയും അരിയൂസിനെ പാഷാണ്ടിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല. ക്രിസ്തന്റം അനേക കഷ്ണങ്ങളായി വിഭജിക്കപ്പെട്ട നിലയിലാണെന്നുള്ളത്. 1000-ലധികം സമുദായങ്ങൾ ക്രൈസ്തവ ഗോളത്തിലുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സമുദായം ഒരു ഉപദേശത്തെ തെറ്റായി പഠിപ്പിക്കുന്നത് കൊണ്ട് ക്രൈസ്തവ മാർഗം മുഴുവൻ ദുഷിക്കപ്പെടുന്നില്ല. അരിയൂസിന്റെ ഉപദേശം ഇന്നും വിശ്വസിക്കുന്ന യഹോവയുടെ സാക്ഷികൾ എന്നൊരു ഗ്രൂപ്പുണ്ട്. എന്നാൽ അതുകൊണ്ട് ക്രൈസ്തവമതം മുഴുവനും അരിയൂസിന്റെ വിശ്വാസം സ്വീകരിക്കുവാനിടയായിട്ടില്ല. ഇന്ന് യാഥാസ്ഥിതിക ക്രിസ്തു വിശ്വാസികൾ പൊതുവിൽ അംഗീകരിക്കുന്ന ചില വിശ്വാസ വിഷയങ്ങളുണ്ട്. അവയെ അടിസ്ഥാന ക്രിസ്തീയ വിശ്വാസങ്ങൾ എന്ന് ക്രൈസ്തവർക്കിടയിൽ ഗണിക്കുന്നുണ്ട്. എന്നാൽ വ്യത്യസ്ത സമുദായങ്ങൾ തങ്ങളുടെ പ്രത്യേക ഉപദേശമായി വിശ്വസിക്കുന്ന വിഷയങ്ങളുണ്ട്. ഉദാഹരണമായി പെന്തക്കോസ്തുകാർ പരിശുദ്ധാത്മവരങ്ങളെ കുറിച്ച് വിശ്വസിക്കുന്ന കാര്യങ്ങളുണ്ട്. നവീകരണ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന സഭകളുണ്ട്. അവർ ഊന്നൽ കൊടുക്കുന്ന പ്രത്യേക വിഷയങ്ങളുണ്ട്. ബ്രദറൻ പ്രസ്ഥാനത്തിൽ, ഞാൻ ബ്രദറൻ സഭയല്ല ഉദ്ദേശിക്കുന്നത്, ബ്രദറൻ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർ പഠിപ്പിക്കുന്ന പ്രത്യേക വിഷയങ്ങളുണ്ട്. അവർ അതിന് ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ക്രിസ്തീയ സമുദായങ്ങളും ഗ്രൂപ്പുകളും തനതായി പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന അനേക വിഷയങ്ങളുണ്ട്. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന വിഷയങ്ങളാണ് ഓരോ സമുദായക്കാരും വിശ്വസിക്കുന്നതെന്ന് അവകാശപ്പെടുമെങ്കിലും ആ വിഷയങ്ങളൊക്കെ വ്യത്യസ്തമായ ആശയങ്ങളാകിയാൽ അവയെല്ലാം ബൈബിളിൽ നിന്നുള്ളവയാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ.
പക്ഷെ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വിവേചിക്കുവാനുള്ള ഉത്തരവാദിത്വം എല്ലാ വിശ്വാസികൾക്കും ഉള്ളതാണ്. ഓരോ ക്രിസ്തീയ വിഭാഗക്കാരും അവകാശപ്പെടുന്നതും സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നതും എന്തെന്നാൽ തങ്ങൾ വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ സത്യങ്ങളാണ് വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുള്ളത് എന്നും അപ്പോസ്തോലിക സഭ അതുതന്നെയാണ് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതെന്നുമാണ്. പുതിയ വെളിപ്പാടായി സുവിശേഷ ഗീതർ ഒന്നും പഠിപ്പിക്കാറുമില്ല. സഭയുടെ അന്ധകാര യുഗത്തിൽ നഷ്ടപ്പെട്ടു പോയ അനേക സത്യങ്ങളുണ്ട്. ആ സത്യങ്ങളെ വീണ്ടും കണ്ടെത്തി സഭയ്ക്ക് തിരികെ നൽകുക എന്നുള്ളതാണ് നവീകരണത്തിലൂടെ സാധിക്കുവാനായിട്ട് അവർ ശ്രമിച്ചത്. അന്ധകാര യുഗത്തിൽ കിടന്ന സഭയ്ക്ക് ബൈബിളിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കുവാൻ ദൈവം ഉപയോഗിച്ച നവീകരണ നേതാക്കന്മാരാണ് മാർട്ടിൻ ലൂതർ, സ്വിംഗ്ലി, മെലങ്ടൺ, ജോൺ കാൽവിൻ, പിൽക്കാലത്ത് ജോൺ നെൽസൺ ഡാർബി മുതലായവർ. എന്നാൽ അവർ കാണിച്ചു കൊടുത്ത സത്യങ്ങൾ ക്രിസ്തുമതം ഒരുപോലെ അംഗീകരിച്ചില്ല. അംഗീകരിച്ചവർ വ്യതിരിക്ത ഗ്രൂപ്പുകളായി തീരുകയാണ് ചെയ്തത്. ലൂതറിന്റെ ആശയങ്ങളെ അതേപടി അംഗീകരിച്ചവരെ ലൂതറൻകാരെന്നും കാൽവിന്റെ ആശയങ്ങൾ അംഗീകരിച്ചവർ പ്രസ്ബിറ്റേറിയൻകാരെന്നും ഡാർബിയുടെ ആശയങ്ങളെ അംഗീകരിച്ചവരെ പ്ലിമത്ത് ബ്രദർകാരെന്നും ഒക്കെ ലേബൽ ചെയ്ത് മാറ്റുകയാണ് ചെയ്തത്. സഭയുടെ അന്ധകാര കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ബോധ്യതകളെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ ക്രിസ്തുമതം ഒറ്റക്കെട്ടായി നിന്നില്ല. ക്രിസ്തുമതത്തിലെ ഏറ്റവും വലിയ അവാന്തര വിഭാഗമായ റോമൻ കത്തോലിക്കർ നവീകരണ വിശ്വാസങ്ങളെ പാടെ ത്യജിക്കുകയും അവരോട് യോജിക്കാത്തവരെ പീഡിപ്പിക്കുകയുമാണ് ചെയ്തത്. അന്ധകാര കാലയളവിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാ സത്യങ്ങളും കണ്ടെത്തി ക്രൈസ്തവ സഭയ്ക്ക് നൽകിയോ എന്ന ചോദ്യം ഇന്നും പ്രസക്തമാണ്. ഒരുപക്ഷെ പല ഉപദേശങ്ങളും ഇനിയും കണ്ടെത്തുവാനുണ്ടെന്ന് വരാം. ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രായോഗിക വശങ്ങളെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും ഇനിയും യാഥാർത്ഥ്യമായി തീരേണ്ടതുണ്ട്. ഉദാഹരണത്തിന് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നിങ്ങനെയുള്ള കർത്താവിന്റെ മഹാനിയോഗം പ്രായോഗിക തലത്തിൽ വളരെ കുറച്ച് ക്രിസ്തീയ വിഭാഗങ്ങൾ മാത്രമേ നിവർത്തിക്കുന്നുള്ളൂ. എന്താണ് മഹാനിയോഗം? ആർക്കു വേണ്ടിയാണ് മഹാനിയോഗം? എങ്ങനെയാണ് മഹാനിയോഗം നടപ്പാക്കുക? ആരാണ് മഹാനിയോഗം നടപ്പാക്കേണ്ടത്? എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകുവാൻ ക്രിസ്തുമത വിശ്വാസികൾക്ക് ഇന്നും കഴിയുന്നില്ല. ഇപ്രകാരമുള്ള അനേക പ്രായോഗിക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വെളിച്ചം ഇനിയും ലഭിക്കേണ്ടിയിരിക്കുന്നു. ഉപദേശങ്ങളുടെ പഠനം തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്നാൽ സങ്കടകരമായ ഒരു സത്യം, കർത്താവിന്റെ മഹാനിയോഗം, ക്രിസ്തീയ ശിഷ്യത്വം മുതലായവയൊന്നും ഉപദേശ പ്രസക്തിയുള്ള കാര്യങ്ങളായി സുവിശേഷ വിഹിതർ പോലും കാണുന്നില്ല എന്നതാണ്. രക്ഷിക്കപ്പെട്ടാൽ പിന്നെ എങ്ങനെ ജീവിച്ചാലും വലിയ കുഴപ്പമില്ല എന്ന മട്ടിലാണ് ആളുകൾ ചിന്തിക്കുകയും കാണുകയും ചെയ്യുന്നത്. ഈ ചിന്താഗതിയുടെ ഫലമായി പ്രായോഗിക പ്രസക്തിയുള്ള ഉപദേശ വിഷയങ്ങളെ പാടെ അവഗണിച്ചിരിക്കുകയാണ്. ഈ സ്ഥിതിക്ക് മാറ്റം വരേണ്ടത് ആവശ്യമാണ്. ഓരോ സഭാവിഭാഗവും അവരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചുള്ള പ്രായോഗിക വിഷയങ്ങളിൽ പ്രസക്തമായ ഉപദേശങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ ഒന്ന് തീർത്തു പറയാം, പ്രായോഗിക ജീവിതത്തെ സംബന്ധിച്ച ഉപദേശങ്ങളിലാണ് നവീകരണം ഇനിയും നടക്കുവാനുള്ളത്. വേദശാസ്ത്രപരമായ നവീകരണത്തെക്കാൾ, അതായത് തിയോളജിക്കൽ റിഫോർമേഷനേക്കാൾ ജീവിത സംബന്ധിയായ നവീകരണം, ലൈഫ് റിലേറ്റഡ് റിഫോർമേഷൻ ആണ് ഇനി നടക്കുവാനുള്ളത്. പ്രായോഗിക ജീവിതത്തെ സംബന്ധിച്ച് പ്രസക്തമായ അനേക ഉദ്ദേശങ്ങൾ ഇതോടുള്ള ബന്ധത്തിൽ വചനത്തിൽ നിന്നും കണ്ടെത്തി ജീവിത പ്രമാണത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട്. ആധുനികമായ പ്രവണത നമുക്ക് അവഗണിക്കുവാൻ കഴിയുന്നതല്ല. അപ്പോസ്തോലിക പിതാക്കന്മാരുടെ കാലത്തും സഭാപിതാക്കന്മാരുടെ കാലത്തും ദൈവം നൽകിയ 66 പുസ്തകങ്ങളടങ്ങിയ ബൈബിൾ മാത്രമാണ് ഉപദേശങ്ങൾക്കും വിശ്വാസത്തിനും ആധാരമായിരുന്നത്. അന്ധകാര കാലഘട്ടത്തിൽ വചനം മാറ്റിവെക്കപ്പെട്ടിട്ട് രാജകീയ അധികാരം ഉപയോഗിച്ച് സഭാകാര്യങ്ങളും പ്രായോഗിക പ്രസക്തിയുള്ള ഉപദേശങ്ങളും രൂപപ്പെടുത്തിയെടുത്തു. വചനത്തിന്റെ പ്രസക്തി അതോടുകൂടെ തീരെ കുറഞ്ഞുപോയി. വചനത്തിന്റെ വെളിച്ചം ലഭിക്കാതിരുന്ന ഈ കാലഘട്ടത്തെ അന്ധകാര കാലഘട്ടം, ഡാർക്ക് ഏജസ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. നവോത്ഥാനം അഥവാ റെനീസാൻസിന്റെ കാറ്റ് എബ്രായ, ഗ്രീക്ക്, ലത്തീൻ ഭാഷകളുടെ പഠനത്തിന് പ്രാധാന്യം നൽകിയതുകൊണ്ട് വിശുദ്ധ ബൈബിളിന്റെ പഠനം അനിവാര്യമായി തീർന്നു. കാരണം എബ്രായ, ഗ്രീക്ക് ഭാഷയിലെ അതിപ്രധാന രേഖകൾ പഴയ നിയമവും പുതിയ നിയമവും ആണ്. പ്രത്യേകിച്ച് കൊയിനെ ഗ്രീക്കിന്റെ ആധികാരിക ഗ്രന്ഥമായിരുന്നു പുതിയ നിയമം. ബൈബിളിന്റെ പഠനമാണ് നവീകരണത്തിലേക്ക് നയിച്ചത്. നവീകരണത്തിന്റെ ആദ്യകാലങ്ങളിൽ വചനം എന്ത് പഠിപ്പിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനാണ് നവീകരണ നേതാക്കളെല്ലാം ശ്രമിച്ചത്. എന്നാൽ ബൈബിൾ തദ്ദേശീയ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെടുകയും ആളുകൾ അത് വായിക്കുകയും ചെയ്തതോടുകൂടെ നവീകരണം വളരെ വേഗം മുന്നോട്ട് പോയി. ഓരോരോ നവീകരണ നേതാക്കന്മാരും കണ്ടെത്തിയതായ സത്യങ്ങളെ പഠിപ്പിക്കുകയും അത് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ആളുകളെ ചേർത്ത് വിശ്വാസ സമൂഹങ്ങൾ സൃഷ്ടിച്ചു.
ഇങ്ങനെ ക്രിസ്തുമതത്തിന്റെ അനേക അവാന്തര വിഭാഗങ്ങൾ ഉണ്ടാകുവാനിടയായി. നൂറ്റാണ്ടുകൾ മുൻപോട്ട് കടന്നുപോയപ്പോൾ പ്രബലമായ ഓരോരോ സമുദായവും അവരവരുടേതായ വിശ്വാസ പ്രഖ്യാപനങ്ങളും വിശ്വാസ പ്രമാണങ്ങളും രൂപപ്പെടുത്തി. പിന്നാലെ വന്ന വേദശാസ്ത്രികൾ പലരും ഇങ്ങനെ രൂപപ്പെടുത്തപ്പെട്ട വിശ്വാസ പ്രമാണങ്ങളുടെ സാധൂകരണത്തെക്കുറിച്ചും ചരിത്രപരമായ വളർച്ചയെക്കുറിച്ചുമാണ് പഠനം നടത്തിയത്. 20-21 നൂറ്റാണ്ടുകളായപ്പോഴേക്കും ബൈബിളിലേക്ക് വരുന്നതിന് പകരം ചരിത്രത്തിൽ ഉരുത്തിരിഞ്ഞ വേദശാസ്ത്ര ആശയങ്ങളെ വിശകലനം ചെയ്യുന്നതിലും അതേക്കുറിച്ച് സംവാദിക്കുന്നതിലുമാണ് താല്പര്യമുണ്ടായത്. ഹിസ്റ്ററി ഓഫ് ബിബ്ലിക്കൽ ഡോക്ട്രിൻസ് എന്നൊക്കെ പറഞ്ഞ അനേക പുസ്തകങ്ങൾ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ബൈബിളിലേക്ക് വരുന്നതിന് പകരം ചരിത്രത്തിൽ ഉരുത്തിരിഞ്ഞ വേദശാസ്ത്ര ആശയങ്ങളെ വിശകലനം ചെയ്യുന്നതിലും അതേക്കുറിച്ച് സംവാദിക്കുന്നതിലും താല്പര്യം വർദ്ധിച്ചതോടുകൂടെ നവയുഗ ക്രിസ്തീയത, ന്യൂ ഏജ് ക്രിസ്ത്യാനിറ്റി എന്നൊരു പുതിയ കാഴ്ചപ്പാട് ക്രിസ്തുമതത്തിനുള്ളിൽ ഉളവായി. ജ്ഞാനവാദത്തിന്റെ ചിന്താശകലങ്ങൾ നവയുഗ ക്രിസ്തുമതത്തിന്റെ ചിന്താധാരയിലേക്ക് കടന്നു വന്നു. വചനത്തിന്റെ പ്രാധാന്യവും തൃത്വോപദേശം മുതലായ അടിസ്ഥാന ഉപദേശങ്ങളുടെ പ്രാധാന്യവും കുറയുവാനിടയായി. 1970കളിലും 80കളിലും ബ്രിട്ടനിലും അമേരിക്കയിലും പല യുവജന പ്രസ്ഥാനങ്ങളും തെറ്റായ ക്രിസ്തീയ കാഴ്ചപ്പാടുകൾക്ക് ജന്മം നൽകി. എ വിഷൻ ഓഫ് ദി അക്വയറിംഗ് ഏജ്, ആൻ എമർജിംഗ് സ്പിരിച്വൽ വേൾഡ് വ്യൂ, ഇങ്ങനെയുള്ള പല പല പുസ്തകങ്ങൾ ജ്ഞാനവാദത്തിന്റെ പുതിയ പതിപ്പുകളായിട്ട് പുറത്തു വന്നു. ഇതോടുകൂടെ ഹിന്ദുമതത്തിലെ പല ആശയങ്ങൾ യുവാക്കൾക്കിടയിൽ പ്രസക്തി നേടുവാനിടയായി. പല പുതിയ പ്രവാചകന്മാരെ യുവാക്കൾക്കിടയിൽ നിന്ന് എഴുന്നേറ്റു. സർ ജോർജ് ട്രവലിൻ, എലിസബത്ത് ക്ലെയർ മുതലായവർ ഇതിൽ ഉൾപ്പെടുന്നു. ഏരിയനിസവും മൊണ്ടാനിസവും പുതുജീവൻ പ്രാപിച്ച യുവജനങ്ങൾക്കിടയിൽ സ്വീകാര്യമായി തീർന്നു. പുതിയ പ്രവാചകന്മാരുടെ വരവ് ബൈബിളിലെ ഉപദേശങ്ങൾ പുനഃപരിശോധിക്കണമെന്ന കാഴ്ചപ്പാടുള്ളവാക്കി. ഇക്കാരണത്താൽ സുവിശേഷവിധ സഭകളിൽ ഉൾപ്പെട്ടവരിൽ ചിലർ പോലും അടിസ്ഥാന ക്രിസ്തീയ ഉപദേശങ്ങൾക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുവാനായി നിർബന്ധിതരായി. കാരണം യുവജനങ്ങളെ സഭകളിൽ പിടിച്ചു നിർത്തണമെങ്കിൽ പഴയ ഉപദേശങ്ങൾക്ക് പുതിയ വിശദീകരണം നൽകേണ്ടതായിട്ട് വന്നു. ക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന ഉപദേശം കുടസായ മനസ്സിന്റെയും ചിന്താഗതിയുടെയും ഉൽപ്പന്നമായി അവർ പ്രചരിപ്പിച്ചു. കാലഘട്ടത്തിനനുസരിച്ച് ഉപദേശങ്ങൾ പുനർവ്യാഖ്യാനിക്കണമെന്ന കാഴ്ചപ്പാട് സുവിശേഷ വിഹിതർക്കിടയിൽ, പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ കണ്ടു തുടങ്ങി. യുവജനങ്ങളെ പ്രസാദിപ്പിക്കുവാനും കൂടെ ചേർത്ത് നിൽക്കുവാനും അങ്ങനെയുള്ള പല പുതിയ പുതിയ വ്യാഖ്യാനങ്ങളും കണ്ടെത്തലുകളും സുവിശേഷ വിഹിതരുടെ ഉപദേഷ്ടാക്കന്മാർ പോലും അത് ചെയ്യുവാനിടയായി. ഇന്ന് ബൈബിളിനെ സംബന്ധിച്ചും ബൈബിൾ പഠിപ്പിക്കുന്ന അപ്പോസ്തോലിക ഉപദേശങ്ങളെ സംബന്ധിച്ചും വിട്ടുവീഴ്ചയില്ലാത്ത കാഴ്ചപ്പാടുകൾ പുലർത്തുന്ന ഒരു ന്യൂനപക്ഷവും വിശാല മനസ്കതയുടെ പരിവേഷം വഹിക്കുന്ന ലിബറൽ ചിന്താഗതിക്കാരും രണ്ട് ധ്രുവങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇവർക്കിടയിൽ എന്ത് വിശ്വസിക്കണം എന്നറിയാതെ എന്ത് വിശ്വസിക്കുന്നവരും ഒന്നും വിശ്വസിക്കാത്തവരുമായ മൂന്നാമതൊരു കൂട്ടം ചുറ്റിത്തിരിയുന്നുണ്ട്. അന്ത്യകാലത്ത് സത്യം വിട്ടകലുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കും എന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. കർത്താവ് വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന പ്രഖ്യാപനം വിശ്വസ്തരെ കണ്ടെത്തുമോ എന്ന് പരിഭാഷ ചെയ്യാവുന്നതാണ്. ആ കാലഘട്ടത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഉപദേശത്തിന് മാറ്റം വരുമോ വരുത്താമോ എന്നൊക്കെയുള്ളതായിരിക്കുന്ന ചോദ്യങ്ങൾ, അതിൻ്റെയൊക്കെ സീമകൾ അകന്ന് യാഥാസ്ഥിതികമായിരിക്കുന്ന ചിന്താഗതികളെ ഏതാണ്ട് യുവാക്കന്മാരെ ഉപേക്ഷിച്ച് പുതിയതായിരിക്കുന്ന ചിന്താഗതികളെ രൂപപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന് നന്ദി പറയേണ്ട ഒരു കാര്യം, പത്യോപദേശത്തെ പത്യമായി തന്നെ മുറുകെ പിടിക്കുന്ന യാഥാസ്ഥിതികരായിരിക്കുന്ന വിശ്വാസികൾ ഇന്നുമുണ്ട്. അവർ 66 പുസ്തകങ്ങൾ അടങ്ങിയതായിരിക്കുന്ന വചനത്തെ ആധികാരികമായി ദൈവം നൽകിയ ഏക സ്രോതസ്സായി അടിസ്ഥാനമായി സ്വീകരിക്കുകയും ഉപദേശങ്ങളെ അതിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രോട്ടസ്റ്റന്റ് സമുദായങ്ങളിൽ തന്നെ 100 സമുദായങ്ങളും ഗ്രൂപ്പുകളും ഉള്ളതുകൊണ്ട് അവരിൽ ഓരോ ഗ്രൂപ്പും കൊണ്ടുവരുന്നതായിരിക്കുന്ന വ്യാഖ്യാനങ്ങൾക്ക് തമ്മിൽ പൊരുത്തമില്ല എന്നതുകൊണ്ട് സത്യാന്വേഷികളായ അനേകർക്കും അത് ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കായിട്ട് തീർന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കാതിരിക്കുവാനായിട്ട് സാധ്യമല്ല.
അതുകൊണ്ട് ഉപദേശങ്ങൾക്ക് മാറ്റം വരുമോ എന്ന ചോദ്യത്തിന് ബൈബിളിലെ ഉപദേശങ്ങൾക്ക് മാറ്റം വരികയില്ല. എന്നാൽ ബൈബിളിലെ ഉപദേശങ്ങൾ സംബന്ധിച്ച വിശദീകരണങ്ങൾക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നാണ് ഉത്തരം. ആരാണ് വിശദീകരണങ്ങൾ നൽകുന്നത് എന്നതിനെ ആശ്രയിച്ച് വിശദീകരണങ്ങൾ സത്യത്തിൽ നിന്നാകുന്നതോ ഏറെ ആകുന്നതോ കുറെ ആകുന്നതോ സത്യത്തോട് 100% വിശ്വാസം പുലർത്തുന്നതോ ഒക്കെ ആകാം. ദൈവത്തിന് മനുഷ്യനോട് പറയാനുള്ളത് ദൈവം തന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനുഷ്യനോട് പറയുമ്പോൾ പറയുന്ന മനുഷ്യന്റെ ആശയങ്ങൾ ദൈവം പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കുകയോ ദൈവം പറഞ്ഞതിൽ നിന്ന് എടുത്തു മാറ്റുകയോ ചെയ്തുകൊണ്ടായിരിക്കും പലപ്പോഴും പറയുക. പഠിപ്പിക്കുന്നവർ ദൈവം പറഞ്ഞത് തന്നെ പറയണം എന്നാണ് ദൈവം കൽപ്പിച്ചിട്ടുള്ളതും ആഗ്രഹിക്കുന്നത്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും വള്ളിപുള്ളികൾക്ക് വ്യത്യാസം വരാത്ത വചനം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കാൻ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പതിപ്പ് വചനത്തിന് ഭൂമിയിൽ ഉണ്ടായിരിക്കുക എന്നത് അസാധ്യമാണ്. ബൈബിളിൽ നിന്നും സത്യങ്ങൾ വിളമ്പി മനുഷ്യർക്ക് നൽകുമ്പോൾ അതിൽ മായം ചേർക്കുവാൻ പാടില്ല. എന്നാൽ വിളമ്പുവാൻ ഉപയോഗിക്കുന്ന തവിയും വിളമ്പി വയ്ക്കുന്ന പാത്രവും കാലഘട്ടത്തിന് അനുസൃതമായ മാറ്റങ്ങൾ വരുത്തിയതായിരിക്കാം. സത്യത്തെ തൊടുവാൻ ആർക്കും അനുവാദമില്ല. വചനം മാറ്റമില്ലാത്തതാണ്. അക്കാരണത്താൽ തന്നെ വചനം പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ അനുവാദമില്ല. എന്നാൽ 21 നൂറ്റാണ്ടുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനുഷ്യർ ഉപദേശങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. പക്ഷെ ദൈവം ആ മാറ്റങ്ങൾ അംഗീകരിക്കുന്നു എന്ന ചോദ്യം, ആ ചോദ്യത്തിന് ഞാൻ നൽകുന്ന ഉത്തരം ദൈവം ആ മാറ്റങ്ങൾ അംഗീകരിക്കുന്നില്ല. ദൈവം തന്ന സത്യങ്ങളെ ദൈവം ഇപ്പോഴും മുറുകെ പിടിക്കുന്നവനാണ്. ദൈവത്തിന്റെ വചനത്തിന് വ്യത്യാസം വരാത്തതാണ്. ഉപദേശത്തിന്റെ വിശദീകരണങ്ങൾക്ക് വ്യത്യാസം വരാം, ഉപദേശങ്ങൾക്ക് വ്യത്യാസം വരുവാൻ പാടില്ല. ഡോക്മാകൾക്ക് വ്യത്യാസം വരാം, കാരണം ഡോക്മാകൾ മനുഷ്യർ എഴുതി ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഉപദേശങ്ങൾക്ക് വ്യത്യാസം വരുവാൻ പാടില്ല. അത് ബൈബിൾ പഠിപ്പിക്കുന്ന പോലെ പറഞ്ഞാൽ മതി. ഞങ്ങൾ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നു, അല്ലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, എന്നാൽ ഒരു ദൈവമേ ഉള്ളൂ. അങ്ങനെ മനുഷ്യനെ സംബന്ധിച്ചും രക്ഷയെ സംബന്ധിച്ചും ബൈബിളിനെ സംബന്ധിച്ചും മറ്റേതൊരു വിഷയത്തെ സംബന്ധിച്ചും ദൈവവചനം പറയുന്ന കാര്യങ്ങൾ നാം എടുത്തു പറഞ്ഞാൽ മതി. അതിനുള്ളതായിരിക്കുന്ന വിശദീകരണങ്ങൾ നൽകുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടെ നാം നൽകേണ്ടത് ആവശ്യമാണ്. ദൈവവചനത്തോടൊന്നും കൂട്ടിയേർക്കുവാനും എടുത്തു കളയുവാനും നമുക്ക് അനുവാദമില്ലാത്തത് കൊണ്ട് അതിന്റെ വിശദീകരണങ്ങൾക്കും ദൃഷ്ടാന്തങ്ങൾക്കും ഒക്കെ ദൈവവചനം തരുന്നതല്ല പലപ്പോഴും ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് മനുഷ്യൻ നൽകുന്ന വിശദീകരണങ്ങളും ദൃഷ്ടാന്തങ്ങളും അല്പസ്വല്പ വ്യത്യാസങ്ങൾ വരുന്നതാണ്. ആ വ്യത്യാസങ്ങൾ സത്യത്തിൽ നിന്നും എത്രത്തോളം വ്യതിചലിക്കുന്നു, സത്യത്തോട് എത്രത്തോളം വിശ്വാസം പുലർത്തുന്നു എന്ന വിധി പറഞ്ഞ് സ്വീകരിക്കുവാനും തള്ളുവാനും ഉള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വവും സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. ഈ സത്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ഈ ആലോചനകൾ നിങ്ങളുടെ മുൻപാകെ വയ്ക്കുകയും ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ചാനലിന് നന്ദി അറിയിക്കുന്നു. ഏറെ ഗഹനമായിട്ടുള്ള വിഷയത്തെ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ കഴിഞ്ഞ സമയം ശ്രമിച്ചത്. നമ്മൾ കേട്ടതുപോലെ ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല, ദൈവവചനത്തിലെ ഉപദേശങ്ങൾക്കും മാറ്റമില്ല. ഉപദേശത്തിന്റെ വിശദാംശങ്ങളെ മനുഷ്യർ മനസ്സിലാക്കുമ്പോൾ അത് പഠിപ്പിക്കുമ്പോൾ ഒക്കെയാണ് പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. എന്നാൽ ദൈവവചനത്തോട് അത് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു, സത്യത്തോട് അത് എത്ര അടുത്ത് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ടും തിരിച്ചറിയുവാനായിട്ടുള്ള ഉത്തരവാദിത്വവും സ്വാതന്ത്ര്യവും നമുക്കുണ്ട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇനിയും നമ്മൾ കേട്ടതുപോലെ പ്രായോഗിക വിഷയങ്ങളിലുമൊക്കെ പ്രകാശനം ലഭിച്ച് അങ്ങനെയുള്ള കൂടുതൽ തെളിമയാർന്ന കാഴ്ച നമുക്ക് ലഭിക്കേണ്ടതും ഇനിയും ആവശ്യമാണ്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഇങ്ങനെയുള്ള വിഷയങ്ങളെ ചിന്തിക്കുവാനും പഠിക്കുവാനും നമുക്ക് ഈ ചിന്തകൾ പ്രചോദനകരമായി തീരട്ടെ.